തിരമാലകൾ വഞ്ചിയിലേക്ക് ആഞ്ഞടിച്ചു കയറി. വഞ്ചിയിൽ വെള്ളം നിറഞ്ഞുകൊണ്ടിരുന്നു. യേശു അമരത്ത് തലയണ വെച്ച് ഉറങ്ങുകയായിരുന്നു. ഈശോ ഉണ്ട്. ഇതിനർത്ഥം ഈശോ അവിടെയുണ്ട്. എല്ലാ ക്രൈസ്തവൻ്റെയും ജീവിതത്തിൽ ഈശോ ഉണ്ട്. പരിശുദ്ധാത്മാവുണ്ട്. ജ്ഞാനസ്നാനത്തിലൂടെ നാം സ്വീകരിച്ചിരിക്കുന്ന പരിശുദ്ധാത്മാവ് ഈശോ നമ്മുടെ ജീവിതത്തിലുണ്ട്. പക്ഷേ പലരുടെ ജീവിതത്തിൽ ഈശോ ഉറക്കത്തിലാണ്. കാരണം അവർ ഈശോയോട് പലപ്പോഴും ഉറങ്ങുന്നതിൻ്റെ പിന്നിൽ നമ്മൾ ആ ഈശോയോട് സംസാരിക്കുന്നില്ല. നമ്മൾ വേറെ ആളുകളുമായിട്ടുള്ള ബന്ധം, കുടുംബത്തിൽ പ്രാർത്ഥനയില്ല, ബൈബിൾ വായനയില്ല, ഈശോയോട് സംസർഗമില്ല, ഈശോയെ അവരുടെ കൂട്ടുകെട്ട്, അവരെ ആ ബന്ധങ്ങളിൽ ഉൾപ്പെടുത്തുന്നില്ല. അവരുടെ ഭവനത്തിൽ ഈശോ ഉണ്ട്, പക്ഷേ അവർ ഈശോയുമായിട്ട് യാതൊരു ബന്ധവും ഇല്ലാത്തതുകൊണ്ട് ഈശോ ഇപ്പോൾ നല്ല ഉറക്കത്തിലാണ്. അപസാരമില്ലവർക്ക്, ഉദാസ ജീവിതം ഇല്ലവർക്ക്. അതുകൊണ്ട് ഈശോയുമായിട്ടുള്ള ബന്ധമില്ലാത്തതുകൊണ്ട് ഈശോ ഉറക്കത്തില്ല. ഈശോ ഉറങ്ങിക്കിടക്കുക. അമരത്ത് തലയണ വെച്ച് ഉറങ്ങുന്നു ഈശോ. അപ്പോൾ അവർ അവനെ വിളിച്ചുണർത്തി അവരെ എഴുന്നേൽപ്പിക്കും ഈശോയെ. അപ്പോൾ അത് ഈശോയോട് പ്രാർത്ഥിക്കുകയാണ് അവർ, ഈശോയോട് ബന്ധപ്പെടുകയാണ് അവർ, ഈശോയെ കേൾക്കുകയാണ് അവർ. ഈശോ എഴുന്നേറ്റു. ഈശോ ചെയ്ത പ്രവൃത്തി ബൈബിൾ പറയുന്നുണ്ട്, വളരെ പവർഫുള്ളാണ്. അവർ വിളിച്ചുണർത്തി പറഞ്ഞു, ഗുരു, ഞങ്ങൾ നശിക്കാൻ പോകുന്നു, നീ അത് ഗൗനിക്കുന്നില്ലേ? ഗുരു, ഞങ്ങൾ നശിക്കാൻ പോകുന്നു, നീ അത് ഗൗനിക്കുന്നില്ല. ഈശോ ഗൗനിക്കുന്നുണ്ട്. പക്ഷേ നീ ഈശോയും കൂടെ ഉൾപ്പെടുത്തണം, ഈശോയെ വിളിക്കണം, ഈശോ അറിയിക്കണം. നിൻ്റെ ഉത്തരവാദിത്വമാണ്. ദൈവം നോക്കിക്കൊള്ളും എന്ന് പറഞ്ഞ ചില ആളുകൾ ജീവിക്കുകയെ. അതല്ല, ദൈവത്തിലേക്ക് നമ്മുടെ കണ്ണുകൾ നമ്മൾ തിരിക്കണം. നമ്മൾ പ്രാർത്ഥിക്കുക, ദൈവമായിട്ട് ബന്ധത്തിലിരിക്കണം. നമ്മൾ പലപ്പോഴും തിന്മയുടെ വഴികളിലൂടെ പോകുമ്പോൾ ലോകാരൂപിയിൽ പണം, സുഖം, പേര്, അഡ്രസ്സ്, ഇതിനായിട്ട് പോകുമ്പോൾ ഈശോയുമായിട്ടുള്ള ബന്ധം മുറിഞ്ഞു പോവുകയാണ്. കൂട്ടുകെട്ടുകൾ കൂടുമ്പോൾ ഈശോയുമായിട്ടുള്ള ബന്ധം കുറയുമ്പോൾ നശിക്കാൻ പോകും. അതാണ് ഈ കാറ്റും കൊടുങ്കാറ്റും എല്ലാം ജീവിതത്തിലേക്ക് ആഞ്ഞടിക്കുന്നതിൻ്റെ കാരണം. നിനക്ക് ഈശോയോട് ബന്ധമില്ലെന്ന് ദുഷ്ടാരൂപികൾക്കറിയാം. പിശാചൻ നിനക്ക് ഈശോയായിട്ട് ബന്ധം, അതുകൊണ്ട് ഈ സമയത്ത് നിൻ്റെ ജീവിതം മുഴുവൻ നശിപ്പിക്കാൻ പറ്റും. ഈശോയോട്ട് നിനക്ക് ആഴമേറിയ വ്യക്തിബന്ധമില്ല. യു ഡോണ്ട് ഹാവ് എ പേഴ്സണൽ ഇൻറ്റിമേറ്റ് ഫ്രണ്ട്ഷിപ്പ് വിത്ത് ജീസസ് ഓഫ് നാസറത്ത്. ദാറ്റ് ഇസ് ദ ഇഷ്യൂ, ദാറ്റ് ഇസ് ദ പ്രോബ്ലം. വചനം പറയുന്നു, അവൻ ഉണർന്ന് കാറ്റിനെ ശാസിച്ചുകൊണ്ട് കടലിനോട് പറഞ്ഞു, അടങ്ങുക, ശാന്തമാകുക. രണ്ട് വാക്ക്, അടങ്ങുക, ശാന്തമാകുക. അടങ്ങുക, ശാന്തമാകുക. കർത്താവിൻ്റെ വചനം, ജീവൻ്റെ വചനം, രക്ഷാകരമായ വചനം ഇളകി മറിയുന്ന കടലിന് നേരെ നോക്കി പറയുക, അടങ്ങുക, ശാന്തമാകുക. മർക്കോസിൻ്റെ 4:39 തിരുവചനം, 4:39, അടങ്ങുക, ശാന്തമാകുക. ഒറ്റ വചനം, ദൈവവചനം, ജീവൻ്റെ വചനം, ദൈവത്തിൻ്റെ വചനത്തിൻ്റെ ശക്തിയത, കർത്താവിൻ്റെ ഒരു വചനത്തിൻ്റെ ശക്തിയത. ഇളകി മറിയുന്ന ജീവിതങ്ങളിലേക്ക് നോക്കി ഈശോ പറയുക, അടങ്ങുക, ശാന്തമാകുക. അത് പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇത് നിങ്ങളുടെ കുടുംബത്തിലെ ഇളകമറിയുന്ന പ്രശ്നങ്ങൾ കാണും. കടബാധ്യതയുടെ വലിയ പ്രശ്നമാകാം, വിശ്വാസ തകർച്ചയുടെ പ്രശ്നമാകാം, മക്കൾ കൈവിട്ടു പോകുന്ന ചില മേഖലകൾ, മക്കൾ വളരെ വയലൻ്റ് ആയിരിക്കും, വെരി ഡിസൊബീഡിയൻ്റ്, അനുസരണക്കേടിൻ്റെ പുത്രന്മാരും പുത്രികളുമായിരിക്കും. ജീവിതത്തിൽ എല്ലാം വഴിതെറ്റിപ്പോ, അപകടങ്ങൾ ഒരുപാട് വരുന്നു, നശിച്ചുകൊണ്ടിരിക്കുന്നു ജീവിതം, കുടുംബം നശിച്ചുകൊണ്ടിരിക്കുന്നതിന് പ്രതി ദൈവമല്ല, നീ തന്നെയാണ് പ്രതി. നീ ദൈവത്തെ വിളിക്കുന്നില്ല, ദൈവത്തെ ഏൽപ്പിക്കുന്നു. നിൻ്റെ ജീവിതത്തിലുണ്ട്. മാമോദീസ സ്വീകരിക്കുന്ന ക്രിസ്ത്യാനി മനസ്സിലാക്കേണ്ടത് അവൻ്റെ ജീവിതത്തിന് ഈശോയെ കിട്ടുക, പരിശുദ്ധാത്മാവിനെ കിട്ടുകയാണ് ആ മാമോദിസത്തിൽ. ആ പരിശുദ്ധാത്മാവ് നമ്മുടെ ഉള്ളിലുണ്ട്, എപ്പോഴും ഉണ്ട്, 24 മണിക്കൂറും ഉണ്ട്. നമ്മൾ പാപം ചെയ്യുമ്പോഴും പുണ്യം ചെയ്യുമ്പോഴും എല്ലായ്പ്പോഴും ഈ ദൈവത്തിൻ്റെ ആത്മാവ്, ഈശോ നമ്മുടെ കൂടെയുണ്ട്. 2 കൊരിന്തോസിൻ്റെ 13:5-6 വചനം പൗലോസ് പറയും, നിങ്ങൾ നിങ്ങളുടെ വിശ്വാസത്തിൽ നിലനിൽക്കുന്നുണ്ടോ എന്ന് നിങ്ങൾ തന്നെ പരിശോധിക്കുവിൻ. യേശുക്രിസ്തു നിങ്ങളിലുണ്ട് എന്ന് നിങ്ങൾക്ക് ബോധ്യം വന്നിട്ടില്ലേ? ഇല്ല എങ്കിൽ നിങ്ങൾ പരീക്ഷയിൽ പരാജയപ്പെട്ടിരിക്കുന്നു. ഈശോ ഉണ്ട്.
വിളിച്ചെഴുന്നേൽപ്പിക്കണം. അതുകൊണ്ട് ഇവിടെ നശിക്കുന്നത് ജലം, ഈ വള്ളത്തിൽ കയറുന്നത്, കപ്പലിൽ കയറുന്നത്, ജീവിതത്തിലേക്ക് അപകടങ്ങൾ നശിക്കാൻ പോകും. ദൈവം ഉണ്ട്, അവിടെ ഉണ്ട്, ഈശോ ഉണ്ട്, അതിന് വിശ്വാസം പോയി. അവർ ഈശോയായിട്ട് ബന്ധമില്ല. അവർക്ക് കുടുംബ പ്രാർത്ഥനയില്ലാത്ത കുടുംബങ്ങൾ തകരുമെന്ന് പറയേണ്ട കാരണം ഇതാണ്. ബൈബിള് വായനയില്ലാത്ത വീടുകളിൽ അപകടം വരുന്നതിന് കാരണം ഇതാണ്. കുംസാരം കൂദാശ ജീവിതം ഇല്ലാത്തവന് ചില ദുരന്തങ്ങൾ വരുന്നു. അപ്രതീക്ഷിതമായ കൊടുങ്കാറ്റ്, അപ്രതീക്ഷിതമായ വെള്ളപ്പൊക്കങ്ങൾ, അപ്രതീക്ഷിതമായ സംഭവങ്ങൾ നടക്കുക അവൻ്റെ ജീവിതത്തിൽ സംഭവിക്കും. ബിക്കോസ് ഹി ഹാസ് നോ റിലേഷൻഷിപ്പ് വിത്ത് ഗോഡ്. ദൈവത്തെ വേണ്ട എന്നൊക്കെ പറയുന്ന ചില ആളുകളുണ്ട്. ചിലപ്പോഴൊക്കെ തോന്നും, ചില പ്രായത്തിലും ചില കാലത്തിലും ചില പണം കയറുമ്പോഴും ചില സൗകര്യങ്ങളൊക്കെ വളരുമ്പോൾ തോന്നും ദൈവമില്ലേലും ജീവിക്കുന്നേ. വെറുതെയാ. ഇത് വരും, കൊടുങ്കാറ്റ് വരും, പൈശാചിക പീഡ വരും, അപ്രതീക്ഷിതമായ ദുരന്തങ്ങൾ. എന്നാൽ ലോകം മുഴുവനും അപ്രതീക്ഷിത ദുരന്തങ്ങൾ. അപ്പോൾ ആ സമയത്ത് ഈശോ എഴുന്നേൽപ്പിക്കുകയാണ്. നിങ്ങൾ ഈ സമയം വിളിച്ചെഴുന്നേൽപ്പിക്കണം, പ്രാർത്ഥിക്കണമെന്ന് മണിക്കൂർന്ന് പ്രാർത്ഥിക്കണം. ഒരുപക്ഷേ നിന്റെ സ്വരം ഈശോയുടെ പക്കലെത്തുന്ന തടസ്സമായി നിൽക്കുന്നത് നീ മാറ്റണം. അവിടെ അതാണ് യോഹന്നാന്റെ സുവിശേഷം 11 40 മുതൽ 44 വരെയുള്ള തിരുവചനങ്ങൾ വായിക്കുമ്പോൾ അവിടെ കാണാൻ പറ്റും ലാസറിനെ ഉയർപ്പിക്കുന്ന വേളയിൽ ഈശോ പറയുന്ന ചില വചനങ്ങളെ. ഈശോ വീണ്ടും നെടുവീർപ്പ് കൊട്ടുകൊണ്ട് ശവകുടീരത്തിൽ, അതൊരു ഗുഹയായിരുന്നു, അതും ഒരു കല്ലും വെച്ചിരുന്നു. ഈശോ പറഞ്ഞു, ആ കല്ലെടുത്ത് മാറ്റുവേൻ. കല്ലെടുത്ത് മാറ്റുക. ഒരു തടസ്സമുണ്ട് അവിടെ. ആ തടസ്സം എന്താണെന്ന് കണ്ടുപിടിക്കുക. ഒരു പക്ഷേ അവിശ്വാസമായിരിക്കും അത്, യുക്തിചിന്തകൾ. പ്രാർത്ഥിച്ചിട്ടെന്ന കാര്യം പ്രാർത്ഥിക്കുകയല്ല ചെയ്യേണ്ടത്. നമ്മൾ ജോലി ചെയ്യണം. പ്രാർത്ഥനയിൽ കൊണ്ട് വലിയ കാര്യമൊന്നുമില്ല. ദൈവവചനമല്ല കേൾക്കണം. നമ്മൾ തന്നെയാണ് കൈകാര്യം ചെയ്യണം. എല്ലാം നമ്മൾ തന്നെയാണ്. എൻ്റെ ബുദ്ധി, എൻ്റെ ചിന്ത, ഫെയ്ത്ത് ഇല്ല. ദൈവത്തോട് പ്രാർത്ഥിക്കാനും ദൈവത്തോട് അടുക്കാനും തക്കവൊരു ഫെയ്ത്ത് ഉണ്ടാകണേ. കല്ലെടുത്ത് മാറ്റാൻ പറയുമ്പോൾ അവൻ്റെ ബുദ്ധി പ്രവർത്തിക്കുക, അവളുടെ ബുദ്ധി പ്രവർത്തിക്കുക. അതായത് പറയുന്നുണ്ട്, മർത്ത പറഞ്ഞു, കർത്താവ് ഇപ്പോൾ ദുർഗന്ധം ഉണ്ടായിരിക്കും, ഇത് 4-ാം ദിവസമാണ്. ബുദ്ധി പറയുകയാണ്, 4 ദിവസമായി ദുർഗന്ധമുള്ള ഉണ്ട്. ഈ കല്ലെടുത്ത് മാറ്റുക സാധ്യമല്ല, ദുർഗന്ധം വരും. യേശു പറഞ്ഞു, എടുത്ത് മാറ്റ്. ഈശോടനെ പറഞ്ഞു, യേശുവോട് പറഞ്ഞു, വിശ്വസിച്ചാൽ നീ ദൈവമാത്രം ദർശിച്ചു. ഞാൻ ആരും വിശ്വസിക്കുക, എൻ്റെ ദൈവത്തിൻ്റെ ശക്തി അറിയണം. അതുകൊണ്ടാണ് മർക്കോസ് 12:24 വചനം പറയും, വിശുദ്ധ ലിഖിതങ്ങളോ ദൈവവചനത്തിൻ്റെ ശക്തിയോ അറിയാത്തത് കൊണ്ടല്ലേ നിങ്ങൾക്ക് തെറ്റുപറ്റുന്നത്. വിശു പറയുന്നത് ചെയ്യുക. അപ്പോഴാണ് അവിടെ ദൈവികമായ ഇടപെടലുണ്ടാകുന്നത്. ഉടനെ അവർ ചെയ്യുകയാണ്. അപ്പോൾ അവിടെ മരിച്ച ലാസറിനെ കർത്താവ് ഉയർപ്പിക്കുന്ന അനുഭവമുണ്ട്. എല്ലായ്പ്പോഴും ഉയർപ്പിക്കുന്ന വേളയിൽ ഈശോ പറയുന്നുണ്ട്. അതിൻ്റെ ശേഷം ഈശോ അവരോട് പറഞ്ഞു, അല്പവിശ്വാസികളെ, നിങ്ങൾ അതിന് ഭയപ്പെട്ടു. അല്പവിശ്വാസികളെ, നിങ്ങളുടെ പ്രശ്നം വിശ്വാസമില്ലായ്മയാണ്. ഈ തലമുറയിൽ ദൈവാനുഗ്രഹങ്ങൾ ഏതെങ്കിലും വ്യക്തികൾക്ക് കുറയുന്നുണ്ടെങ്കിൽ അതിൻ്റെ കാരണം ഏതോ ഒരു നിമിഷം ബുദ്ധിയിൽ അന്ധകാരം കയറിയിട്ട് പ്രാർത്ഥനാ ജീവിതത്തിൽ നിന്ന് അകലുന്നുണ്ട്, ദൈവബന്ധം നഷ്ടപ്പെടുത്തുന്നുണ്ട്. അതിൻ്റെ പരിണത ഫലമാണത്. ഈശോ എഴുന്നേറ്റ് പറഞ്ഞു, കടലിനെയും കാറ്റിനെയും നോക്കിക്കൊണ്ട് പറയാണ്, അടങ്ങുക, ശാന്തമാകുക. രോഗപീഠകളാൽ നിറയുന്ന ജീവിതങ്ങൾ അടങ്ങുക, ശാന്തമാകുക. ബഹളങ്ങളും ആകുലതകളും നിരാശയും പശാസ്യപ്പെടുക. ഈശോ പറയട്ടെ, ഈശോ നാമത്തെ ഈശോ ശാസിച്ചുകൊണ്ട് പറയാം, അടങ്ങുക, ശാന്തമാകുക. മറ്റൊരു വാക്കിൽ ഈ ലോകത്തിൻ്റെ അസ്വസ്ഥതകളെ ശാന്തമാക്കാൻ, അടക്കി നിർത്താൻ ഈശോ മിശിഹായ്ക്കല്ലാതെ വേറെ ആർക്കും പറ്റില്ല. ഈശോ മിശിഹ പറയാതെ ഇതൊന്നും ശാന്തമാകില്ല. ഇത് ലോകത്തുള്ള എല്ലാ ബന്ധനങ്ങളും എല്ലാ പ്രശ്നങ്ങളും അത് ഇല്ലാതാകണമെങ്കിൽ, അടങ്ങണമെങ്കിൽ, ശാന്തമാകണം, ഈശോയുടെ അധരത്തിൽ നിന്നുള്ള തിരുവചനം തന്നെ വരണം. അത് വരണമെങ്കിൽ അതിന് തക്കവണ്ണം നമ്മൾ ഒരുങ്ങണം, പ്രാർത്ഥിക്കണം.